പൂനെയിലെ ശിവാജി നഗറിൽ നിന്നുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ പൂനെ മുംബൈ മെയിൻ ലൈനിലുള്ള ശിവാജി നഗർ സ്റ്റേഷനിലാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ട്രെയിൻ സ്പോട്ടിങ് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ശിവാജി നഗറിലും പിന്നെ പൂനെ സോലാപൂർ ലൈനിലുള്ള ഹഡപ്സറിലും. അപ്പോൾ രണ്ട് സ്റ്റേഷനിലായിട്ട് മാറി മാറിയാണ് നമ്മൾ ഇന്ന് ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പൂനെയിൽ ആദ്യമായിട്ടാണ് ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ശിവാജി നഗർ സ്റ്റേഷനിൽ കയറി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. വെൽക്കം ടു സെൻട്രൽ റെയിൽവേ. സെൻട്രൽ റെയിൽവേയിലാണല്ലോ ഈ പൂനെയൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാറ് പ്ലാറ്റ്ഫോമിൽ കയറുന്നത്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് UTC വഴി എടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ നിർത്തുന്ന ഒരു സ്റ്റേഷനാണ്. ഇവിടെ വന്ന് കയറുമ്പോഴത്തേനും ഇവിടെ ഒരു NMG ഫ്ലൈറ്റ് കിടപ്പുണ്ട്, കാറും കൊണ്ട് പോകുന്നത്. അതവിടെ സിഗ്നലിന് വേണ്ടി എന്തോ കാത്ത് നിൽക്കുകയെന്ന് തോന്നുന്നു. ഈ സ്റ്റേഷനിൽ നിന്നാലും നമുക്ക് ശരിക്കും പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമായ വണ്ടികളുടെ വീഡിയോസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ പിടിക്കാം. ഫ്ലൈറ്റൊക്കെ അത്യാവശ്യം കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ, നോക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ വേർ ഇസ് മൈ ട്രെയിൻ ആപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വണ്ടി നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതാണ്ട് ഈ കോയമ്പത്തൂർ ജംഗ്ഷൻ മുംബൈ LTT എക്സ്പ്രസ് ഉണ്ടല്ലോ, അതപ്പം പൂനെയിൽ അറൈവ്ഡ് ആയിട്ടുണ്ട് അറ്റ് പൂനെ ജംഗ്ഷൻ. അപ്പോൾ പൂനെ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേഷനാണ് ശിവാജി നഗർ കണ്ടോ. അപ്പോൾ അത് വരും. പിന്നുള്ളത് വിശാഖപട്ടണം മുംബൈ LTT അത് പോയി, അല്ല മുംബൈ LTT വിശാഖപട്ടണം അത് പോയി. പിന്നെ സോലാപൂർ റൂട്ട് നോക്കണ്ട. പിന്നെ ഒരു തിരുച്ചിറപ്പള്ളി അഹമ്മദാബാദ് ജംഗ്ഷൻ ഒരു വണ്ടിയുണ്ട്, അതെവിടായി, അത് പൂനെ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ അത് വരാനൊരു 11 മണി കഴിയും. ഇപ്പം സമയം 10 ആയി. പിന്നെ ഡെക്കൻ എക്സ്പ്രസ് ഉണ്ട് മുംബൈയിൽ നിന്ന് പൂനെ വരുന്നത്. ഇവിടെ വണ്ടിയൊക്കെ സ്ലോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ലാലാഗുഡ പീസോനായിട്ട് കോയമ്പത്തൂർ മുംബൈ LTT എക്സ്പ്രസ് ആണ് ഈ പോകുന്നത് കേട്ടോ. അയ്യോ, ഇവിടെ വണ്ടിയൊക്കെ സ്ലോ ആണല്ലോ. വന്ന അബദ്ധമായി പോയില്ല, എന്തെങ്കിലും ആട്ടെ. ഇന്നലെ രാവിലെ 8:50 കോയമ്പത്തൂരിന് എടുത്തിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 1:30 ശേഷം മുംബൈയിലെത്തുന്ന ഒരു എക്സ്പ്രസ് ആണിത്. സെൻട്രൽ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡെയിലി വണ്ടിയാണ് കേട്ടോ ഈ കോയമ്പത്തൂർ മുംബൈ LTT. നമ്മളിവിടെ പൂനെയിൽ വന്നപ്പോൾ തൊട്ട് മഴയാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴയാണ്, ഹെവി മഴയൊന്നുമല്ല. മഴ കാരണം ശരിക്കും എന്തൊക്കെ ദുരിതമല്ല. ആ ചേട്ടൻ കണ്ടോ ആ ശിരൂര് പോയത്, ഭയങ്കര കഷ്ടമുണ്ട് ഒരു കണക്ക് നോക്കിയാൽ. എൻ്റെ ഓരോരുത്തരുടെ സമയം അല്ലാണ്ട് എന്ത് പറയാനാ. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ കേരളത്തിൽ കുഴപ്പമില്ല, പക്ഷേ കർണാടകത്തിലെ ആ ഒരു കോർഡിനേഷൻ നമ്മൾ കണ്ടാണ്. ഒരു കോർഡിനേഷനും ഇല്ല. അവർ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു കോർഡിനേഷനും ഇല്ല. ഭയങ്കര അവസ്ഥ, ഭയങ്കര മോശം അവസ്ഥയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ ടെക്നോളജിയൊക്കെ ഭയങ്കര വളർന്നു. നമ്മൾ ചന്ദ്രനിലെത്തി, അവിടെ എത്തി, ഇവിടെ എത്തി. പക്ഷെ നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന, അതായത് ഒരാൾ മണ്ണിനടിയിൽ പോയാൽ അയാളെ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി പോലും നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. അത് ഭയങ്കര അത് ചിന്തിക്കേണ്ടിയിരിക്കുന്ന സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് എന്തൊക്കെ പറഞ്ഞാലും അത് ഭയങ്കര മോശമാണ്. ഒരു മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു സാധനം കണ്ടുപിടിക്കാനോ അത് ഐഡൻറ്റിഫൈ ചെയ്യാനോ അങ്ങനെ ഒരു ടെക്നോളജി ഇല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വികസിത രാജ്യങ്ങളൊക്കെ, ചൈന അവിടങ്ങളിലൊക്കെ നടക്കുന്ന ഈ റെസ്ക്യൂ മിഷനൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. എന്തൊക്കെ പറയാൻ, ആരോട് പറയാൻ, ആര് കേൾക്കാൻ, എല്ലാവർക്കും ഈഗോ ആണ്. അവിടെ തന്നെ മൊത്തം ഈഗോ ആണ് നടന്നിരിക്കുന്നത്. ഈഗോ കാരണമാണ് അത്രയും ലേറ്റ് ആയത്. പരസ്പരം ഓഫീസർമാർ നമ്മൾ ഈഗോ, അവർക്ക് ആർക്കും കോർഡിനേറ്റ് ചെയ്യാൻ അറിയത്തില്ല. ആരോട് പറയാൻ, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ശരിക്കും ബോർഗാഡ്സിൻ്റെ താഴെ, ബോർഗാഡ്സ് നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് കർജത്ത് ചെയ്യേണ്ട ഒരു സ്റ്റേഷനുണ്ട് പാലസ്താരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോകാനാണ് തീരുമാനിച്ചത്. പക്ഷേ ഈ മഴയായതുകൊണ്ട് അവിടെ പോയാൽ എങ്ങനെ റിസ്ക് ആണെന്നൊന്നും അറിയത്തില്ല. കാരണം ഗാഡ്സ് ഏരിയയിൽ ഭയങ്കര മഴയാണിപ്പോൾ. അതുകൊണ്ട് വെറുതെ അവിടെ പോയി എന്തെങ്കിലും പണി കിട്ടിയാലെന്ന് ഓർത്തിട്ടാണ് പോകാനത്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. പക്ഷെ നമ്മൾ വന്ന സമയം കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വണ്ടി കിട്ടിയത്. കാരണം ഇവർ ഉച്ച സമയത്ത് ഈ ബോർഗാഡ്സിൽ കൂടെ വണ്ടി ഓടത്തില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചുകൂടെ വണ്ടികൾ പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി കാണത്തില്ല. നമ്മൾ അപ്പോഴേക്കും ഹഡപ്സർ പോകേണ്ടി വരും. കാരണം ആ ഒരു സമയത്ത് ബോർഗാഡ്സിൽ ട്രാക്കൊക്കെ അവർ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് അവർ ഫുള്ള് ക്ലോസ് ചെയ്യുന്ന വെച്ചാൽ വണ്ടി വിടത്തില്ല. അപ്പോൾ അതെല്ലാ ദിവസവും ഉള്ളതാണ്. ഉച്ച സമയത്ത് നിങ്ങൾ നോക്കിയാൽ ബോർഗാഡ്സിൽ കൂടെ വണ്ടി ഓടത്തില്ല. അപ്പോൾ അടുത്ത വണ്ടി വരുന്നുണ്ട്. ഇത് ഡെക്കാൻ എക്സ്പ്രസ് ആണ്. ഈ വണ്ടി മുംബൈയിൽ നിന്ന് പൂനെക്ക് വരുന്ന ഒരു വണ്ടിയാണ് ഇത്, ഡെക്കാൻ എക്സ്പ്രസ്.
രാവിലെ 7 മണിക്കാണിത് മുംബൈ CSTന്ന് പുറപ്പെടുന്നത്. എന്നിട്ട് 11 മണിക്ക് ഇവിടെ പൂനെയിൽ എത്തിച്ചേരും. മൊത്തം 4 മണിക്കൂർ. ഈ വണ്ടിയാണ് ശരിക്കും മഡ്ഗാവ് ജനശതാബ്ദിയായിട്ട് പോകുന്നത്. അതായത് CSMT പൂനെ പോയിട്ട് തിരിച്ച് CSMT പോയിട്ട് അവിടെ നിന്ന് മഡ്ഗാവിലേക്ക് പോകും ജനശതാബ്ദിയായിട്ട്. ഒരു റേക്ക് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയാണ്. 2 സർവീസായിട്ടാണ് ഇവർ ഈ റേക്ക് വെച്ച് നടത്തുന്നത്. ഇന്നിതിന് വൈകിട്ട് മുംബൈ പോയിട്ട് അടുത്ത ദിവസം രാവിലെ ഇത് ജനശതാബ്ദിയായിട്ട് ഇവിടെ പോകും, മഡ്ഗാവ് പോകും. ഈ വണ്ടികളെല്ലാം ഇവിടുത്തെ നല്ല ഫേമസ് ആയിട്ടുള്ള ഇൻ്റർസിറ്റി ട്രെയിൻസ് ആണ്. ഡെക്കാൻ എക്സ്പ്രസ്, ജനശതാബ്ദി എക്സ്പ്രസ്. ഇതിന് പുറകിൽ ഒരു വിസ്റ്റഡോം കോച്ചുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു വിസ്റ്റഡോം കോച്ചിൻ്റെ ഈ പുറത്തെ ഡിസൈൻ കാണാൻ അല്ലേ. പക്ഷെ ഭയങ്കര പൈസയാണ് കേട്ടോ. ഇവർ കുറച്ച് പൈസയും കൂടെ കുറച്ചാൽ അടിപൊളിയായിരിക്കും. AC ടൂറിസ്റ്റ് കാർ. മറ്റേ ആ ഡെക്കാൻ എക്സ്പ്രസ് പോയാൽ പിന്നെ ഈ NMG ഇവിടെ നിന്ന് ഹോൺ അടിച്ച് പുറപ്പെടാൻ പോകാം കേട്ടോ പൂനെ ഭാഗത്തേക്ക്. ഞാനതല്ല ആലോചിക്കുന്നത്, ഇവർക്ക് NMGയിൽ ഈ നീല നിറം അടിക്കാമെങ്കിൽ സാധാരണ വണ്ടികളിൽ എന്താ ഇവർ മഞ്ഞ നിറം അടിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. എനിക്കറിയത്തില്ല, ഇവർക്ക് നീല അടിച്ചുകൂടി. എന്തൊക്കെ പറഞ്ഞാൽ ഈ ഫ്രൈറ്റിൻ്റെ പുറമുള്ള ഈ കാബൂസിലിരിക്കുന്ന ആ ഒരു ഗാർഡ് ചേട്ടൻ അല്ലെ ട്രെയിൻ മാനേജർ ചേട്ടൻ്റെ അവസ്ഥ ഭയങ്കരമാണ് കേട്ടോ. എന്തായാലും എനിക്കറിയാമല്ലോ അതിനകത്ത് ഒറ്റയ്ക്ക് ഈ ഗുഡ്സ് ട്രെയിൻ ആകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിടുമല്ലോ, ഒറ്റയ്ക്ക് ഇരിക്കേണ്ട അതിനകത്ത്. ഇതുണ്ട്, ഇത് ശിവാജി നഗർ വരെ മാത്രം സർവീസ് നടത്തുന്ന ഒരു ലോക്കൽ ട്രെയിനാണ്. ലോണാവളയിൽ നിന്ന് ശിവാജി നഗർ വരെ വരുന്നതാണ്. ഇനിയിപ്പോൾ തിരിച്ച് ഇവിടെ നിന്ന് ശിവാജി നഗറിൽ നിന്ന് ലോണാവളയ്ക്ക് പോകും. അങ്ങനെയാണ് സംഭവം. ലോക്കൽ ട്രെയിൻ ഇവിടെ നിന്ന് ഈ പൂനെന്ന് ലോണാവള ഭാഗത്തേക്കൊക്കെ ഇഷ്ടംപോലുണ്ട്. പൂനെ ലോണാവള, പിന്നെ അവിടെ നിന്ന് ഈ കർജത്ത് നിന്ന് മുംബൈ, അങ്ങനെ കുറേ റൂട്ടിൽ ഇതേപോലെ ലോക്കൽ ട്രെയിൻ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരാണ് ഈ ലോക്കൽ ട്രെയിനിൽ ഇവിടെ നിന്ന് ഇറങ്ങിയത്. നോക്കി, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് ലോണാവളയ്ക്ക് ഇഷ്ടംപോലെ ലോക്കൽ ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇത് പൂനെന്ന് വരുന്ന ലോക്കലാണ്. അപ്പം അതിൽ കയറാൻ വേണ്ടി ഇവിടെ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പം അതിൽ കയറി. ഇത് കാലിയായിരുന്നു കേട്ടോ ഈ ലോക്കല്. ഇഷ്ടംപോലെ ഗുഡ്സും കിട്ടും കേട്ടോ. ഇത് മറ്റേ BTP GLN ആ സംഭവമാണ് കേട്ടോ. നമ്മുടെ ഈ LPG കൊണ്ടുവന്ന ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, അതാണ് ഈ പോകുന്നത്. ഫുള്ള് മറ്റേ LPG ആയിരിക്കും. പിന്നെ അത് നിറച്ചിരിക്കുന്നത് മിക്കവാറും ലോഡഡാണോ അൺലോഡഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ലോഡഡ് ആയിരിക്കാനാണ് ചാൻസ്. കണ്ടോ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. പക്ഷെ ഇത് ഫുള്ള് തുരുമ്പിച്ചിരിക്കുകയാണല്ലോ. എല്ലാ ടാങ്കറും ഒരുമാതിരി തുരുമ്പ് പിടിച്ചിരിക്കുക. എൻ്റെ ലക്ഷണം കേട്ട് മിക്കവാറും ഇവിടെ ചവിട്ടുന്ന ലക്ഷണമുണ്ട്. മറ്റേ തിരുച്ചിറപ്പള്ളി നിന്ന് അഹമ്മദാബാദ് പോകുന്നൊരു സ്പെഷ്യൽ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. ഇത് ട്രിച്ചിയിൽ ഇന്നലെ രാവിലെ 5:40 വണ്ടിയാണ്. എന്നിട്ട് ഇന്ന് രാത്രി ഒരു 9:15 സമയത്തോടെ ഇത് അഹമ്മദാബാദ് എത്തും. ഒരു സ്പെഷ്യൽ ട്രെയിനാണ് കേട്ടോ. വെസ്റ്റേൺ റെയിൽവേ ആണ് ഈ ഒരു വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ കുച്ച് കിടക്കുന്നുണ്ടേ, പൂനെ ഭാഗത്തേക്ക് വരുന്ന വണ്ടികളൊക്കെ ഈ ലൂപ്പ് കയറിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഈ വണ്ടി ഉണ്ടല്ലോ, ഇത് മുംബൈ CSTന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന ഉദ്യാൻ എക്സ്പ്രസ് ആണ് കേട്ടോ. കല്യാൺ ഷെഡിൻ്റെ ഒരു WAP7 ആണ് ഇതിൻ്റെ ലോഗോ. ഫുള്ള് കന്നഡയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. വായിക്കാൻ അറിയത്തില്ലല്ലോ കന്നഡ. ഉദ്യാൻ എക്സ്പ്രസ്. ഇത് സെൻട്രൽ റെയിൽവേ ആണ് ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോലാപ്പൂർ നിന്ന് മുംബൈക്ക് സിദ്ധേശ്വർ എന്ന വണ്ടിയായിട്ട് പോകും. എൻ്റെ ഈ സിദ്ധേശ്വർ വണ്ടിയാണ് പിന്നെ അടുത്ത ദിവസം ഉദ്യാൻ എക്സ്പ്രസ് ആയിട്ട് ബാംഗ്ലൂർക്ക് പോകുന്നത്. ഡെയിലി ഉള്ള വണ്ടിയാണിത് കേട്ടോ. ഇത് മുംബൈ CSMT രാവിലെ 8:10 പുറപ്പെട്ടിട്ട് അടുത്ത ദിവസം രാവിലെ 6 മണിക്കാണ് ഇത് ബാംഗ്ലൂർ എത്തിച്ചേരുന്നത്. ഇതും ഇതുപോലെ തന്നെ ഭയങ്കര ഡിമാൻഡുള്ള വണ്ടികളൊരെണ്ണമാണ് ഈ ഉദ്യാൻ എക്സ്പ്രസ്. എപ്പോഴും ഫുള്ളായിട്ട് ഓടുന്ന ഒരു തിരക്ക് പിടിച്ചൊരു ഭയങ്കര ഡിമാൻഡുള്ളൊരു റൂട്ടുമാണ് വണ്ടിയുമാണ് ഈ ഒരു ഉദ്യാൻ. ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇവിടെ ട്രെയിനൊന്നുമില്ല. ഈ ഗുഡ്സ് ഇങ്ങനെ കിടക്കുകയാണ്. മറ്റേ പൂനെയിൽ മറ്റേ ചെന്നൈയിൽ വരുന്നൊരു
സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, ചെന്നൈ LTT. അതവിടെ പൂനെ വന്ന് കിടക്കുക. 12:25 വന്നാണ്, 12:45 വിട്ടിട്ടില്ല. അതിന് ഏത് കാലത്ത് വിടുന്നുണ്ടോ. നമുക്ക് ആ വണ്ടി കൂടെ എടുത്തിട്ട് നമുക്ക് നേരെ ഹഡപ്സർ പോകാം. ഹഡപ്സർ എന്ന് പറയുന്നത് സോലാപ്പൂർ റൂട്ടുള്ള ഒരു സ്റ്റേഷനാണ്, തൊട്ടടുത്താണ്. അപ്പോൾ അത് അവിടെ പോയി നോക്കാം, അവിടെ എന്തായാലും വണ്ടികൾ കിട്ടുമായിരിക്കും. ചെന്നൈയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് 6:20 എടുത്തിട്ട് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് 3:55 ഇവിടെ മുംബൈ LTT ലോക്മാന്യ തിലകിൽ എത്തുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ് ഈ പോകുന്നത്. സെൻട്രൽ റെയിൽവേ ആണ് കേട്ടോ ഈ ഒരു വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ വണ്ടിയാണ് പോപ്പുലർലി ഇവർ ചെന്നൈ എക്സ്പ്രസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ, ഇതാണ് ചെന്നൈ എക്സ്പ്രസ്. നമുക്കിനി ശിവാജി നഗറിൽ ഹഡപ്സറിലേക്ക് പോകാം. ഏകദേശം ഒരു 1.25 മണിക്കൂർ യാത്രയുണ്ട്. ബൈ റോഡ് പോകാം, ഒരു ഓട്ടോ വെള്ളം പിടിച്ച് പോകാം. കാരണം ട്രെയിൻ ഇവിടെ ഇനി കൊയ്ന എക്സ്പ്രസ്സേ ഉള്ളൂ, അത് പൂനെ വരെ പോകത്തുള്ളൂ. നമുക്ക് സോലാപ്പൂരിലുള്ള ഹഡപ്സറിലാണ് പോകേണ്ടത്. അപ്പോൾ ഇനി ഹഡപ്സർ എത്തിയിട്ട് കാണാം. ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും സമയമില്ല, ഒരു സിറ്റിയാണല്ലോ, നമ്മൾക്ക് സമയമില്ല. ആരും നിർത്തി കൊടുക്കത്തുമില്ല, സൈഡ് നിർത്തില്ല. അപ്പോൾ നമ്മൾക്കാണെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് വേണം. നമ്മളെ വണ്ടി മുട്ടിയാലോ തട്ടിയാലോ ഒന്നും ചൂടാവാനോ ഒന്നും പോയിട്ട് കാര്യമില്ല. കാരണം അവർ വന്ന പാട്ടിനുണ്ട്, കാരണം അവർക്ക് സമയമില്ല എന്നാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഓടിക്കുന്നതിൻ്റെ ഭയങ്കര കഷ്ടമാണ്. ഇവിടുത്തെ ഓടിയിൽ നമുക്ക് വേണ്ട ഭ്രാന്ത് മേടിക്കാം, അങ്ങനത്തെ ഓടിയിലാണ് അറിയാം. നമുക്ക് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഈ 3 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഇന്നത്തെ കാണിക്കുന്നത് 25 മിനിറ്റാണ് വരെ. അങ്ങനെ ഇവിടെ ചില സമയത്തൊക്കെ 1-2 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി അരമണിക്കൂറൊക്കെ കാണിക്കും. കാരണം ഇങ്ങനെ ട്രാഫിക് ആണെങ്കിൽ പെട്ട് കിടക്കുക. അതുപോലെ റോഡും മോശമാണ്, മഴയൊക്കെ ഉണ്ട്, റോഡ് ഫുള്ള് പൊളിഞ്ഞ് നടക്കുക. 1.25 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഹഡപ്സർ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഹഡപ്സർ, ഇതാണ് ഹഡപ്സർ സ്റ്റേഷൻ. ഇത് മറ്റേ ശിവാജി നഗറിൻ്റെ അത്രയും വലിപ്പമൊന്നുമില്ല, കുറച്ച് ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ UTSൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. കയറുമ്പോൾ തന്നെ ഇവിടെ മൊത്തം ഗുഡ്സിൻ്റെ മേളമാണല്ലോ. ഇത് എല്ലായിടത്തും ഗുഡ്സാണെന്ന് തോന്നുന്നു. എനിക്ക് എത്ര ഗുഡ്സാന്ന് നോക്ക്. ഈ ഹഡപ്സർ എന്ന് പറയുന്നത് പൂനെ സോലാപ്പൂർ മെയിൻ ലൈനിലുള്ളൊരു സ്റ്റേഷനാണ്. അതായത് പൂനെ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേഷനാണ് ഈ ഹഡപ്സർ എന്ന് പറയുന്നത്. ഈ ഹഡപ്സറിന് ഹൈദരാബാദിലേക്ക് ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഒരു വണ്ടിയുണ്ട്, ഒരു ഹഡപ്സർ ഹൈദരാബാദ് എന്ന് പറയുന്നത്. അത് പൂനെ പോകത്തില്ല, ഹഡപ്സറിന്ന് തുടങ്ങുന്ന വണ്ടിയാണത്. ഇനി കുറച്ച് നേരത്തേക്ക് എന്നോട് വണ്ടിയില്ല. ഇവിടെ ആകെ ഈ വണ്ടി എങ്ങനെ പോകുന്നു എനിക്കറിയത്തില്ല. ഇവിടെ ആ ലൈൻ എനിക്ക് തോന്നുന്നു പൂനെ ഭാഗത്തേക്ക് പോകുന്ന മെയിൻ ലൈനാണ്. ഈ നടുക്കത്തെ ലൈൻ എനിക്ക് തോന്നുന്നു സോലാപ്പൂർ ഭാഗത്തേക്ക് പോകുന്ന മെയിൻ ലൈനാണ്. ഈ 2 ലൈനിലും വണ്ടി കിടപ്പുണ്ട്. ഇത് ഇവിടെ പാർക്ക് ചെയ്തേക്കോ, അതിൻ്റെ താഴെ അട വെച്ചേക്കുന്നുണ്ടോ, താഴെ അട വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഒരു കോച്ച് മാത്രം കിടപ്പുണ്ട്. അപ്പം അവിടെ നിന്ന് പൂനെ ഭാഗത്തുനിന്ന് ഒരു വണ്ടി വരുവാണെങ്കിൽ ഈ ട്രാക്കിൽ കൂടെ ആയിരിക്കും പോകുന്നത്. സോലാപ്പൂർ ഭാഗത്തുനിന്ന് വണ്ടി വരുവാണെങ്കിൽ മിക്കവാറും അങ്ങേ അറ്റത്തെ ട്രാക്കിൽ കൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇവർ എന്താണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. ഇപ്പോൾ വണ്ടി വരാകുമ്പോൾ എടുത്ത് മാറ്റുമായിരിക്കും. ഇനി പൂനെയിൽ നിന്ന് ഇവിടുന്ന് 3:15 ഇപ്പോൾ സമയം 2 മണി ആയതേ ഉള്ളൂ. പോസ്റ്റാണ് ഗെയ്സ്. ഒന്നെങ്കിൽ രാവിലെ പറഞ്ഞാൽ നല്ല വൈകിട്ട് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞില്ല അങ്ങേറ്റത്തോടെ പോകത്തുള്ള. ഇത് കാസിപ്പേട്ട് ഷെഡിൻ്റെ 2 WH9 ലോക്കസ് ആണ്. അതിൻ്റെ പുറകിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഈ ഷീറ്റാന്ന് തോന്നുന്നു, ഇരുമ്പ് ഷീറ്റാന്ന് തോന്നുന്നു, ഫുൾ അതാണ് കേട്ടോ. നമ്മൾ ഈ ട്രെയിൻ സ്പോട്ടിങ് വീഡിയോയ്ക്കൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ചുമ്മാ ട്രെയിൻ കാണിക്കുമല്ല, എങ്ങനത്തെ ടൈപ്പ് ട്രെയിനുകളൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ട്, എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നതാണ്, അതിൻ്റെ സമയം എങ്ങനെയാണ് നമ്മളെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഓരോ ലോക്കോസിനെ പറ്റി അങ്ങനെ മെയിനായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് പറയുന്നത്. അല്ല ചുമ്മാ ട്രെയിൻ കാണിക്കും അങ്ങനെയൊന്നുമല്ല. മഴ വീണ്ടും തുടങ്ങി. ഇനിയുള്ളത് 2 വണ്ടിയുണ്ട്. അതായത് ഒരെണ്ണം ദൗണ്ടിന്ന് ഇൻഡോർ പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനും ഉണ്ട്. പിന്നെ പൂനെയിൽ നിന്ന് ഹൗറയ്ക്ക് പോകുന്നൊരു ദുരന്തോ എക്സ്പ്രസ്സും ഉണ്ട്. ഈ മെയിനായിട്ട് ഈ പൂനെയും തിരിയുന്ന ലൈനുകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന് നമ്മളിപ്പോൾ ഈ സോലാപ്പൂരിലേക്കുള്ള ലൈൻ,
ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജയന്തി ജനതയൊക്കെ പോകുന്ന റൂട്ടാണ് ഈ സോലാപൂർ റൂട്ട്. പിന്നെ ഉള്ളത് നമ്മൾ നേരത്തെ നിന്ന് മുംബൈക്ക് പോകുന്ന ലൈൻ. പിന്നെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര എക്സ്പ്രസ്സിന് വന്നില്ലേ ആ ലൈൻ. അതായത് ഇവിടെ നേരെ മീറജിലേക്കുള്ള ലൈനാണ്. അങ്ങനെ 3 പ്രധാനപ്പെട്ട ലൈനുകളാണ് ഈ പൂനെ ജംഗ്ഷനിൽ നിന്നും തിരിയുന്നത്. അപ്പോൾ ഈ 3 ലൈനിൽ കൂടെ ട്രാഫിക് ഉണ്ട്. ഏറ്റവും കുറവ് ട്രാഫിക് ഉള്ളത് മറ്റേ മീറജ് റൂട്ടിൽ കൂടെയാണ്. വളരെ കുറവ് വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതലുള്ളത് ഈ സോലാപൂർ റൂട്ടിലും മുംബൈ റൂട്ടിലുമാണ്. മുംബൈ റൂട്ടിൽ രാവിലെയും വൈകിട്ടുമാണ് കൂടുതലും ട്രാഫിക് ഉള്ളത്, പകല് കുറവാണ്. സോലാപൂർ റൂട്ടിലും ഏകദേശം അതേപോലെ തന്നെ രാവിലെയും ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ട്രാഫിക് വരുന്നത്. ഇപ്പം ആ പ്ലാസർ എന്ന് പണിയെടുക്കുന്ന ആ മെഷീൻ ഉണ്ടല്ലോ, പ്ലാസർ എന്നാണ് ആ മെഷീൻ്റെ പേര്. അപ്പം മെഷീൻ പോയിട്ട് ആ ഒരു കോച്ചുണ്ട്. ആ കോച്ച് ശരിക്കും ഈ വർക്ക് ചെയ്യുന്ന ഈ ട്രാക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു ക്യാമ്പിംഗ് കോച്ചാണ്. അപ്പോൾ ആ കോച്ചോടെ ഇപ്പോൾ അറ്റാച്ച് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ സാധനം ഒരു കോച്ചിന് വലിക്കാനുള്ള ശക്തിയുണ്ട് ആ പ്ലാസർ എന്ന മെഷീന്. അപ്പോൾ അത് അറ്റാച്ച് ചെയ്തിട്ട് ഇപ്പോൾ മിക്കവാറും ആ ലൈൻ ക്ലിയർ ആക്കും. കാരണം അത് ഇങ്ങോട്ട് പൂനെ തന്നെ സോലാപൂരിലേക്ക് പോകുന്ന മെയിൻ ലൈനാണ്. അപ്പോൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും അത് പോയി അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകും. എന്നാലും ലൈൻ ക്ലിയർ ആകത്തുള്ളൂ. പക്ഷേ മറ്റേ അപ്പുറത്തെ ഗുഡ് സ്ട്രീം മാറ്റിയിട്ടില്ല. അത് മിക്കവാറും ഇപ്പം മാറ്റുന്നില്ല. കാരണം അതിനെ അട വെച്ചിട്ടുള്ളതുകൊണ്ടേ ഇനി അട എടുത്ത് മാറ്റുമെന്നും അറിയത്തില്ല. എടുത്തോണ്ട് പോകുന്ന കണ്ടോ. ഈ ഒരു സാധനം ഒരു കോച്ചിനെ വരെ കളിക്കുക. അത്രയ്ക്ക് പവറുണ്ട്. ഭയങ്കര ശബ്ദം അതിനെ ഓണിന്. ഇതാണ് ദൗണ്ട് ഇൻഡോർ സൂപ്പർ ഫാസ്റ്റ്. ദൗണ്ട് എന്ന് പറയുന്നത് സോലാപൂർ പോകുന്നുള്ള വഴിക്കാണ്. അപ്പൊ ഈ ദൗണ്ടിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെട്ടിട്ട് അടുത്ത ദിവസം രാവിലെ 8:30 ഇത് ഇൻഡോർ എത്തിച്ചേരുന്നത്. ഇത് വെസ്റ്റേൺ ഡേയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. എല്ലാ ദിവസവും ഡെയിലി ഉള്ളൊരു വണ്ടിയാണ് ദൗണ്ടിൽ നിന്ന് ഇൻഡോർ വരെ. അപ്പോഴേക്കെന്താണ്ട് ഇപ്പുറത്തൊരു ഗുഡ്സ് വരുന്നുണ്ട്, മറ്റേ BTPN മുന്നോട്ട് പോകാൻ വേണ്ടി സിഗ്നൽ ആയിട്ടില്ല. ഇപ്പോഴും റെഡ് തന്നെയാണ്. അപ്പോൾ BTPN മിക്കവാറും ഇവിടെ ചവിട്ടും. ഇപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു മെമു വരുന്നുണ്ട്, പൂനെന്ന് ദൗണ്ട്. അപ്പോൾ ഈ പൂനെന്ന് ദൗണ്ട് പോകുന്ന ഒരു മെമു പോയിട്ടായിരിക്കും മിക്കവാറും ഈ ഗുഡ്സ് വിടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തല്ലോ. ഈ ഗുഡ്സ് മിക്കവാറും ഇവിടെ ഒതുക്കും. വത്സാദ് ഷെഡിന്റെ ഒരു ഒറ്റ സിംഗിൾ ജീണനാണ് കേട്ടോ ഇത്രയും വലിയൊരു ഫ്ലൈറ്റിനെ വലിക്കുന്നത്. അപ്പുറത്തോടെ വേറെ വണ്ടി വരുന്നുണ്ട്. ഇത് നമ്മുടെ നാഗർകോവിൽ മുംബൈ CSMT എക്സ്പ്രസ് ആണ്. കല്യാൺ ഷെട്ടിന്റെ ഒരു WAP7 ആണ് എന്റെ ലോക്കോ. നാഗർകോവിലിന് മുംബൈ CSTക്ക് പോകുന്നതാണ്. സോലാപൂർ വഴി വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇത് നാഗർകോവിൽ ഇന്നലെ രാവിലെ 6:15 എടുത്തിട്ട് ഇന്ന് രാത്രി, അതായത് ഇന്ന് വൈകിട്ട് 7:15 ഇത് മുംബൈ CSTയിൽ എത്തുന്ന ഒരു എക്സ്പ്രസ് ആണ് കേട്ടോ. ഇത് റെണിഗുണ്ട വഴിയാണ് ഈ വണ്ടി വരുന്നത്. ഈ വണ്ടിക്ക് ബാലാജി എക്സ്പ്രസ് എന്നും പേരുണ്ട്. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസമാണ് സർവീസ് നടത്തുന്നത്. സൺഡേയും തേഴ്സ്ഡേയും ഈ 2 ദിവസങ്ങളിലാണ് ഈ വണ്ടി മെയിനായിട്ട് സർവീസ് നടത്തുന്നത്, ഈ മുംബൈ വണ്ടി. ഇത് തമിഴ്നാട്ടിൽ കൂടെ എല്ലാം വന്ന് റെണിഗുണ്ട വന്നിട്ട് നമ്മുടെ ജയന്തിയുടെ റൂട്ട് പിടിച്ച് വരുന്ന ഒരു വണ്ടിയാണ്. ആഴ്ചയിൽ ഈ വണ്ടി 2 ദിവസമുള്ളൂ കേട്ടോ. ദൗണ്ട് മെമു എന്നാണ് പറഞ്ഞത്, പക്ഷെ മെമു അല്ല ഡെമു ആണ് വന്നത് കേട്ടോ. ഡെമു റേക്കാണ് അവരിന്ന് വിട്ടത്. മിക്കവാറും ഇത് ഡെമു ആയിട്ട് തന്നെ ആയിരിക്കും ഓടിക്കുന്നത്. പക്ഷെ റൂട്ട് ഫുൾ ഇലക്ട്രിഫൈഡ് ആണ്. വണ്ടിക്കകത്ത് ഫുൾ ആൾക്കാരാണ് കേട്ടോ. ഫുള്ളാണ് വണ്ടി. എല്ലായിടത്തും സ്റ്റോപ്പുള്ള വണ്ടിയല്ല, അപ്പോൾ നിറച്ച ആൾക്കാരുണ്ടാവും കണ്ടോ.
ഇനി ഇതിൻ്റെ തൊട്ട് ബാക്കിൽ പൂനെന്ന് ഹൗറയ്ക്ക് പോകുന്നൊരു ദുരന്തോ എക്സ്പ്രസ് വരുന്നുണ്ട്. അപ്പം അതും കൂടെ പോയിട്ട് മിക്കവാറും ഈ ഒരു ഗുഡ്സ് വിടത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് 3:15 പൂനെന്ന് വിടുന്ന വണ്ടിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ പവറുള്ള ലോക്കമാണ് ഈ WAG-12 ലോക്കോ. അപ്പോൾ ഈ WAG-12 ലോക്കോ വരുന്നതിന് മുമ്പായിട്ട് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ പവറുള്ള ലോക്കോ ആയിരുന്നത് ഈ കിടക്കുന്നത് WAG-9 എന്ന് പറയുന്നത്. ഈ WAG-9ന്റെ ശരിക്കും പറഞ്ഞ ഒരു വേരിയന്റ് ആണ് ഈ WP7 എന്ന് പറയുന്നത്. രണ്ടും ഏകദേശം കണ്ട ഒരുപോലെ തന്നെയാണ്. കളറിൽ മാത്രമുള്ള വ്യത്യാസം, അതിൻ്റെ ഗിയർ റേഷ്യോയിലോ അങ്ങനെ എന്തോ ആണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. ബാക്കി രണ്ട് സെയിം ആണ്. ശബ്ദമൊക്കെ കണ്ടില്ലേ, കറക്റ്റ് WP7 അതേ ശബ്ദവും എല്ലാം അത് തന്നെയാണ്. പക്ഷെ കളറും അതിൻ്റെ എന്തൊക്കെ അകത്തത്തെ എന്തോ ഗിയർ റേഷ്യോ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ WAG-9 ആണ് WAG-12 അതിന് ഏറ്റവും കൂടുതൽ പവറുള്ള ഇലക്ട്രിക് ലോക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ WAG-9 തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്കോസ് ഉള്ള ലോക്കോമോട്ടീവ് ക്ലാസ്സും. ഏകദേശം 5000-നടുത്ത് ലോക്കോസ് ഉണ്ട് ഈ WAG-9. ഒന്ന് ആലോചിച്ച് നോക്കി, 5000-നടുത്ത് ലോക്കോസ്. എൻ്റെ ദൈവമേ, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫ്രൈറ്റ് ട്രെയിൻസ് വലിക്കുന്ന ലോക്കോമോട്ടീവ് ഇതാണ്. WAG-9 വെച്ചിട്ടാണ് കൂടുതലും ഫ്രൈറ്റ് ട്രെയിൻസ് പോകുന്നത്. ആ മെയിൻ ലൈനിൽ എന്തോ ഒരു വർക്കൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ലൈനിൽ സ്റ്റാർട്ടർ സിഗ്നൽ ഇപ്പം സ്റ്റേഷൻ മാസ്റ്റർ കൊടുത്തിട്ടുണ്ട് ദുരന്തോയ്ക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം 2 വണ്ടി വരും. ദുരന്തോ വേണ്ട അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് മുംബൈക്ക് പോകുന്ന ഉദ്യാൻ എക്സ്പ്രസ്സും വരുന്നുണ്ട്. അപ്പം ദുരന്തോ പോകുമ്പോൾ നമുക്ക് ഉദ്യാൻ എക്സ്പ്രസ് കിട്ടുമോ എന്നറിയത്തില്ല, നോക്കാം. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ഉണ്ടല്ലോ, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണ് ശരിക്കും ഈ ഒരു ദുരന്തം ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ദുരന്തം ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് 3:15 പുറപ്പെട്ടാൽ നാളെ രാത്രി 8:20 ഇത് ഹൗറയിൽ എത്തിച്ചേരുന്നത്. ഇത് മൺഡേയും സാറ്റർഡേയും മാത്രമാണ് കേട്ടോ പൂനെന്ന് വിടുന്നത്. ആഴ്ചയിൽ 2 ദിവസം മാത്രമുള്ളൊരു ദുരന്തമാണ് കേട്ടോ. ഇതിൻ്റെ ലോക്കോ ഇപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, പൂനെ ഷെഡിൻ്റെ ഒരു WAP7 ലോക്കോ ആണ്. അപ്പോൾ ഇവിടെ നേരെ ഇനി ഈ വണ്ടി പോകുന്നത് ദൗണ്ട് ബൈപ്പാസ് ചെയ്ത് മന്മത്, ഭുസാവൽ, നാഗ്പൂർ, പിന്നെ ബിലാസ്പൂർ, ടാറ്റാനഗർ വഴിയാണിത് ഹൗറയ്ക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇതാണ് ബാംഗ്ലൂരിൽ നിന്ന് മുംബൈക്ക് പോകുന്ന ഉദ്യാൻ എക്സ്പ്രസ് ട്രെയിൻ നമ്പർ 11302. അപ്പോൾ ഇത് ഇന്നലെ രാത്രിയിൽ 8:40 ബാംഗ്ലൂരിന് അടുത്താണ്. എന്നിട്ട് ഇപ്പോൾ ഇന്ന് രാത്രിയിൽ 8:15 ഇത് ഇവിടെ എത്തും, മുംബൈ CSMTയിലെത്തും. നമ്മൾ ശിവാജിനഗർ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇതിൻ്റെ മറ്റേ പേര് നമ്മൾ കണ്ടാണ് കേട്ടോ, ഉദ്യാൻ എക്സ്പ്രസിൻ്റെ. പറഞ്ഞില്ല ദുരന്തയുടെ പുറകിൽ ഇത് പോകത്തുള്ളൂ. അപ്പോൾ വേണ്ട, ദുരന്തം പോയി കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതിന് സിഗ്നൽ വീണ് അങ്ങനെ BTPനെ ഇപ്പോൾ എടുത്തുകൊണ്ട് പോകും. ആ ജീണേൻ്റെ പവർ ഉണ്ടോ, ഇത് എടുത്തപ്പോൾ തന്നെ നല്ല അത്യാവശ്യം സ്പീഡ് കയറുന്നുണ്ടോ. എന്തല്ലേ, എങ്ങനെ വലിക്കുന്നല്ല ഒരു ഒറ്റ ലോക്ക് ഇത്രയും ഭാഗം എത്ര ടൺ കണക്കിന് വെയിറ്റ് ഉണ്ടാവും അല്ലേ. ഓ സമ്മതിക്കണം. ഒന്ന് പോയില്ല, അതിന് മുമ്പ് ഏതാണ്ട് അടുത്ത വന്നു. ഇറ്റാർസി ഷെഡിന്റെ 2 പഴയ WAG, എൻ്റെ ചെവി പോയി. ഇറ്റാർസി ഷെഡിന്റെ 2 WAG-5 ട്വിൻസ് ആണ് കേട്ടോ, ഒരു BCN ഫൈറ്റ് ആയിട്ട്. അപ്പൊ അത് ഇവിടെ റെഡ് കിടക്കുമായിരുന്നു, ഇവിടെ റെഡ് കിടക്കുമായിരുന്നു. ഇവിടെ വന്നപ്പോഴേക്കും അതിന് മൂവ് ചെയ്യാനുള്ള സിഗ്നലൊക്കെ അവർ കൊടുത്തു.
എന്തോ ശബ്ദമാണ്, ഫോണിന് ഭയങ്കര ശബ്ദമാണ്. അപ്പോൾ അത് ഇവിടുന്ന് പോവുകയാണ്. അതിൻ്റെ തൊട്ട് ആ BTPൻ്റെ തൊട്ട് പുറകിൽ ഈ ഒരു സാധനവും പോകുന്നുണ്ട്, BCN ഫ്രൈറ്റ്. ഇതിന് വലിയ വലിപ്പമില്ല കേട്ടോ, സാധാരണ ഫ്ലൈറ്റിൻ്റെ അത്ര വലിപ്പമൊന്നുമില്ല. ഇത് കുറച്ച് ചെറുതാണ് കണ്ടോ, ചെറിയ ഫ്ലൈറ്റാണ്. വരുമ്പോൾ അല്ല 2 വണ്ടികളൊക്കെ ഒരുമിച്ചാണ്. ഇപ്പോൾ ഇവിടെ വരുന്നത് ഇത് ചെന്നൈ സെൻട്രലിൽ നിന്ന് ഏകതാ നഗർ, അതായത് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ടല്ലോ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി അടുത്തുള്ള സ്റ്റേഷൻ ഉണ്ട് ഏകതാ നഗർ, അതാ കെവാഡിയ സ്റ്റേഷൻ. അപ്പോൾ ഈ കെവാഡിയ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു വീക്ക്ലി വണ്ടിയാണ് കേട്ടോ. ഇത് സൺഡേ മാത്രം ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടിയാണ്. സൺഡേ രാത്രി 10:40 എടുത്തിട്ട് മൺഡേ ട്യൂസ്ഡേ വെളുപ്പിന് 2:40 ഇതിവിടെ എത്തും, ഏകതാ നഗറിലെത്തും. അതായത് വഡോദരയ്ക്ക് അടുത്താണ് കെവാഡിയ സ്റ്റേഷൻ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇല്ല അവിടെ. ഇത് വെസ്റ്റേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പ്രസ് ആണ് കേട്ടോ, വീക്ക്ലി വണ്ടിയാണ്, സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ലൈനിൽ കൂടെ ആയതുകൊണ്ട് ഒരു വിശാഖപട്ടണം WAG9 വെച്ചുകൊണ്ട് ഒരു NMG ട്രെയിൻ വരുന്നുണ്ട്. ഇത് മിക്കവാറും ഇവിടെ നിർത്തും, അവിടെ റെഡ് സിഗ്നലാണ്. അപ്പോൾ ഇതിവിടെ കൊണ്ട് ചവിട്ട് നമുക്കൊരു അബ്സ്ട്രക്ഷൻ ആവും, പണിയായി. ഇനി അപ്പുറത്ത് വരുന്ന വണ്ടി ഒന്നും കാണാൻ പറ്റില്ല, എടുത്തോണ്ട് പോയാൽ കൊള്ളായിരുന്നു. എന്തല്ലേ, എടുത്തോണ്ട് പോയായിരിക്കും മിക്കവാറും. ഇത് എടുത്തോണ്ട് പോകാൻ തോന്നുന്നില്ല, കാരണം 4:15 പൂനെന്ന് ബനാറസിലേക്കൊരു ഗ്യാൻ ഗംഗ എക്സ്പ്രസ് എന്ന വണ്ടി വിടുന്നുണ്ട്. അപ്പോൾ അത് പോയിട്ടായിരിക്കും ഇതിവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് മറ്റേ FOB കയറി അപ്പുറത്തെ സൈഡ് പോകാൻ പറ്റും നോക്കട്ടെ. അപ്പുറത്തെ സൈഡ് മറ്റേ ഗുഡ്സ് കിടക്കുമല്ലേ, ആകെ പണിയായല്ലോ. ഇത് എവിടെ പോയി നിന്ന് കാണാമല്ല, FOBയുടെ മോളിൽ നിന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ആകെ പണിയായിപ്പോയി, ഇവർ പറ്റിച്ച് വീണ്ടും കേട്ടോ. ഞാൻ FOBയുടെ മുകളിൽ കയറി പോയതാണ്, 2ന്റെ ഇടയ്ക്കൂടെ വണ്ടി വരുന്നു പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും ഇവർ സിഗ്നൽ വണ്ടി നിർത്തുകൊണ്ട് പോയി. 2 വണ്ടി ഒരേ സമയത്ത് വരുവാണ്. ഇപ്പുറത്തോടെ വരുന്ന മറ്റേ ഗ്യാൻ ഗംഗ എക്സ്പ്രസ്, അതായത് പൂനെന്ന് ബനാറസിലേക്ക് പോകുന്നതാണ്. ഇത് ഗോവ എക്സ്പ്രസ്. മിക്കവാറും നമുക്ക് ഗോവ എക്സ്പ്രസ് മിസ്സാവാൻ സാധ്യതയുണ്ട്. മിസ്സായില്ല, 2 ഒരുമിച്ച് കിട്ടി, ഇതൊക്കെ അടിപൊളി. ഗ്യാൻ ഗംഗ എക്സ്പ്രസ് പോകാൻ നേരത്തെ കണ്ട് ഗോവ എക്സ്പ്രസ് തിരിച്ചു വരുവാണ്. പൂനെ WAP7 ആയിട്ടാണ് പോകുന്നത്. ഗോവ എക്സ്പ്രസ് നിസാമുദ്ദീന് വാസ്കോഡഗാമയ്ക്ക് പോകുന്നതാണ് ഈ വണ്ടി. മറ്റേത് പൂനെന്ന് ബനാറസിന് പോകുന്നതാണ്. അപ്പോൾ ഈ പൂനെ ബനാറസ് ഗ്യാൻ ഗംഗ എക്സ്പ്രസ് ഉണ്ടല്ലോ, ഈ വണ്ടി ഇന്ന് തിങ്കളാഴ്ച മാത്രമേ ഉള്ളൂ. വൈകിട്ട് 4:40 എടുത്തിട്ട് അടുത്ത ദിവസം രാത്രി 8 മണിക്ക് ബനാറസ് എത്തും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ടൈമിങ് വരുന്നത്. ഈ ഗോവ എക്സ്പ്രസ് ഉണ്ടല്ലോ, ഇത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്തതാണ്, മറ്റേ സെൻട്രൽ റെയിൽവേ ആണ്. അപ്പോൾ ഈ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഗോവ എക്സ്പ്രസ് ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് 3:15 എടുത്ത വണ്ടിയാണ് നിസാമുദ്ദീന്. എന്നിട്ട് ഇവിടെ പൂനെ എത്തിയിട്ട് അവിടെ നിന്ന് ട്രാക്ഷന്മാർ ഡീസലാക്കും. എന്നിട്ട് അടുത്ത ദിവസം, അതായത് നാളെ രാവിലെ ഏകദേശം ഒരു 7 മണി സമയത്ത് ഇത് വാസ്കോഡഗാമ എത്തും. വാസ്കോഡഗാമ എന്ന് പറഞ്ഞാൽ ഗോവയിലാണ്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന ഗോവ എക്സ്പ്രസ് ആണ് ഇപ്പം അങ്ങോട്ട് പോയത്. അപ്പം നമ്മുടെ ഇവിടുത്തെ ട്രെയിൻ സ്പോട്ടിങ് മിക്കവാറും ഇന്ന് അവസാനിപ്പിക്കേണ്ടി വരും, കാരണം കാലാവസ്ഥ ഭയങ്കര മോശമാണ്. ഫുൾ ഇരുട്ടായി, സമയം 5 മണി കഴിഞ്ഞു. ഇനിയുള്ള 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് 5:05 പറഞ്ഞ അവിടെ നിന്ന് വിടുന്നുണ്ട്, പക്ഷെ അത് ഓൺ ടൈം വിടുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോകാൻ. നല്ല മഴയായിട്ട് വരുന്നുണ്ട്, ഇനി ഇവിടുത്തെ ശരിയാകത്തില്ല. നേരെ ഇരുട്ടി തുടങ്ങി, അറിയാത്ത സ്ഥലം കൂടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പയ്യെ അങ്ങോട്ട് ഇറങ്ങുക. ഇതൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ ചെയ്തത്, ട്രെയിൻ സ്പോട്ടിങ് വീഡിയോ പൂനെയിൽ വെച്ചിട്ട്. എനിക്കിപ്പോൾ മനസ്സിലായി രാവിലെ ഇറങ്ങണം, എന്നല്ലേ വണ്ടി കിട്ടത്തുള്ളൂ. രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല, കുറച്ചുകൂടെ 2 മണിക്കൂർ നേരത്തെ ഇറങ്ങിയായിരുന്നു കുറച്ചെങ്കിലും വണ്ടി കിട്ടിയേനെ. നല്ല അത്യാവശ്യം കിട്ടി നമുക്ക്. പൂനെ എവിടെയെങ്കിലും ഏ ലൈനിൽ പോയി എന്നുള്ള പ്രശ്നം എന്നറിയോ, എല്ലാ ലൈനിലും കൂടെ ഒരുമിച്ച് വരുന്ന സ്ഥലത്തായിട്ട് നിൽക്കാൻ പറ്റത്തില്ല, അല്ലെ പൂനെ സ്റ്റേഷനിൽ പോയി നിൽക്കണം. അപ്പോൾ അല്ലാത്ത വേറെ സ്ഥലമൊന്നുമില്ല. ഒന്നെങ്കിൽ സോലാപൂർ ലൈനിൽ വന്നാൽ മുംബൈ ലൈനിൽ വരണം,
അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തുള്ള വണ്ടികൾ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഇഷ്ടംപോലെ വണ്ടികൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് തരുന്ന സ്ഥലം പൂനെ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. അല്ല അവിടെ പോയിട്ട് ട്രെയിൻ സ്പോട്ടിംഗ് ആണ്, അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, പരിപാടിയൊന്നും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെറിയ സ്റ്റേഷനിൽ വന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത യാത്ര പോകുന്നത് നമ്മുടെ ബോർഗാച്ചിലേക്കാണ്. ബോർഗാച്ച് വഴി നമ്മൾ പൻവേൽ പോവാണ്. പൂനെന്ന് പൻവേൽ വഴി മുംബൈക്ക് ഒരു വണ്ടി കിട്ടും, നിങ്ങൾക്ക് അറിയായിരിക്കും, പ്രഗതി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേനസം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രഗതി എക്സ്പ്രസ്സിന് വരെ നമ്മൾ പൻവേൽ പോവാണ്. എന്നിട്ട് പൻവേൽ ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ അത് വേറെ ഉണ്ട്. അപ്പോൾ 2 ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഈ പൻവേൽ പോകുന്ന ഒരു വീഡിയോയും പിന്നെ പൻവേൽ ട്രെയിൻ സ്പോട്ടിംഗ് വേറെ വീഡിയോ ആണ്. അപ്പോൾ 2 വീഡിയോ ഉണ്ട് ഇനി. അപ്പോൾ നമ്മൾ ഫുള്ളും ട്രെയിൻ സ്പോട്ടിംഗ് ആണ് ചെയ്യുന്നത്. യാത്ര ചെയ്യാൻ പോയ മഴയായതുകൊണ്ട് ഒന്നും നടക്കത്തില്ല, മഴയാണൊക്കെ യാത്രയൊന്നും നടക്കില്ല, പരിപാടി ഒന്നും നടക്കത്തില്ല. അതാണ് ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഡെക്കാത്തലോണും കൂടെ പോകണം. ഞാൻ ഈ ഇട്ടിരിക്കുന്ന പാൻറ് ഉണ്ടല്ലോ, ഈ പാൻറ് ശരിക്കും ഒരു അടിപൊളി പാൻറ്റാണ്, ഡെക്കാത്തലോൺ മേടിച്ചാണ്. നമുക്ക് ഈ ട്രാവൽ ചെയ്യുന്ന നേരത്ത് നല്ല സൗകര്യമുള്ളൊരു പാനാണ്, 2 സൈഡിലും സിപ്പുള്ള, ട്രെയിനിലൊക്കെ പോകാൻ പറ്റിയ ബെസ്റ്റ് പാനാണ്, നല്ല ലൂസായിട്ടുള്ള ടൈപ്പ് പാനാണ്. അപ്പോൾ അത് ഡെക്കാത്തലോണിലേ കിട്ടത്തുള്ളൂ. ഞാൻ ഈ പാൻറ് വാങ്ങിയത് ചെന്നൈയിൽ നിന്നാണ്. അപ്പോൾ ഇത് ഇവിടെ കിട്ടുമോ നോക്കുമോ, 2 കൂടെ വാങ്ങിച്ച കൊള്ളായിരുന്നു. അപ്പോൾ നമുക്കിനി നേരെ ഡെക്കാത്തലോണിൽ പോകും. ഇവിടെ ഒരു അമനോര മാളുണ്ട്, മോളുണ്ട്, അവിടെ ഡെക്കാത്തലോൺ ഉണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കാം ഇനി. അപ്പോൾ നമ്മൾ പൂനെയിലെ മാളുകളിൽ ഒരെണ്ണമായ അമനോര മാളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ മോളുണ്ട്, ഫിനിക്സ് മോൾ, അങ്ങനെ കുറേ മോളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അമനോര മോളിലെ ഏറ്റവും താഴത്തെ നിലയിലാണ് തോന്നുന്നു ഡെക്കാത്തലോൺ ഉള്ളത്. അപ്പോൾ ഡെക്കാത്തലോൺ നമുക്ക് പോകാം. ഇവിടെ തന്നെ ഒരു എൻട്രി നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ കയറി നമുക്ക് അങ്ങോട്ട് പോകാം. ഈ സാധനമായിട്ടാണ് തപ്പി നടന്നത് ഞാൻ. ഇത് അടിപൊളി സാധനമാണ്, ഡെക്കാത്തലോണിൻ്റെ. ഇത് 999 ഒരു പാൻറ്റാണ്, നല്ല സ്മൂത്താണ്, 2 സൈഡിലും സിപ്പുള്ള അടിപൊളി ഡോമ്യൂസിൻ്റെ സെറ്റ് സാധനം കേട്ടോ. ഇവിടെ സ്മാർട്ട് ബസാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കയറി അവന്തികയ്ക്ക്, അതായത് അളിയൻ്റെ മോളുണ്ട്, അവന്തിക എന്നാണ് അവളുടെ പേര്, കൊടുക്കാൻ വേണ്ടി കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഷാഹി മൈസൂർ പാക്കും ഹോർലിക്സ് ബർഫി. ഇതെനിക്ക് ബൈ 1 get 1 ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പോൾ പൂനെ ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ശ്രദ്ധിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത വീഡിയോ നമ്മുടെ പ്രഗതി എക്സ്പ്രസിൻ്റെ വീഡിയോ ആണ്. ഇവിടെ നിന്ന് പൻവേൽ വരെ പോകുന്ന ഒരു ബോർഗാച്ചിൽ കൂടെ ഉള്ള ഒരു അടിപൊളി ട്രെയിൻ യാത്ര നിങ്ങൾ അടുത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പോലെ അടുത്ത ദിവസം പ്രഗതി എക്സ്പ്രസിൻ്റെ വീഡിയോ കാണാം. അപ്പോഴേക്കും ബൈ.